بسم الله الرحمن الرحيم وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രമുഖ ഹദീസ് പണ്ഡിതനായ ഇമാം ഇബ്നു ഖുത്തൈബ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ നടന്ന ഒരു സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അക്കാലത്തെ പ്രശസ്ത സൂഫി വര്യനായിരുന്ന ബുനാൻ അൽ ഹമ്മാലും ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന അഹ്മദ് ബിൻ തോലൂനും ഇവർക്കിടയിലുണ്ടായ വലിയ ഒരു സംഭവമാണ് ഇമാം ഖുത്തൈബ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത്. ഭരണാധികാരിയായിരുന്ന ബിൻ തോലൂൻ അദ്ദേഹം വൈരുദ്ധ്യാത്മക ഇരട്ട സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഒരു വശത്ത് മാലാഖമാരെ പോലെ പാവങ്ങളെ സഹായിക്കുക, എന്നാൽ മറുവശത്ത് പൈശാചികമായി പിശാചിനെ പോലെ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്യുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് വിരുദ്ധ സ്വഭാവങ്ങൾ. ദരിദ്രരായ ആളുകൾക്ക് വേണ്ടിയും പണ്ഡിതന്മാരായ ആളുകൾക്ക് വേണ്ടിയും ധാരാളം സമ്പത്ത് ചെലവഴിക്കുകയും അതേ സമയത്ത് മറുവശത്ത് ഒരു കാരണവുമില്ലാതെ അന്യായമായി ആളുകളെ പീഡിപ്പിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്യുമായിരുന്നു. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പീഡനം മൂലം കഷ്ടത അനുഭവിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തവരുടെ എണ്ണം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 18,000-ഓളം ആളുകളെ ആ മനുഷ്യൻ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞു എന്നാണ്. രാജാവിൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ സൂഫി വര്യനായിട്ടുള്ള ബുനാൻ അൽ ഹമ്മാൽ അദ്ദേഹം ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയും രാജാവിനെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ചെയ്തിയുടെ പേരിൽ വിമർശിക്കുകയും അദ്ദേഹത്തോട് സംവാദം നടത്തുകയും കയർക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ രാജാവിന് ഭ്രാന്തിളകി. പ്രതികാരമെന്നോണം വ്യത്യസ്തമായ ഒരു ശിക്ഷയാണ് രാജാവ് ബുനാൻ അൽ ഹമ്മാലിന് നൽകിയത്. ബുനാൻ ഹമ്മാലിനെ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ഇട്ടുക എന്നതായിരുന്നു രാജാവ് വിധിച്ച ശിക്ഷ. ഇമാം ഇബ്നു ഖുത്തൈബ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു, വകുന്തു ഹാളിറൻ ദാലിക്കൽ യൗം, ഞാൻ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു. രാജാവിൻ്റെ മകൻ നല്ലൊരു വേട്ടക്കാരനായിരുന്നു. അയാൾ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചുകൊണ്ടുവന്ന് വളർത്തും. ഇതായിരുന്നു രാജാവിൻ്റെ മകൻ്റെ ഹോബി. അങ്ങനെ പിടിച്ചുകൊണ്ടുവരപ്പെട്ട മേത്തരം സിംഹങ്ങളിൽ ഒന്നിൻ്റെ കൂട്ടിലായിരുന്നു
രാജാവ് ബുനാൻ അൻ ഹമ്മാലിനെ ആ സിംഹത്തിൻ്റെ കൂട്ടിലേക്കായിരുന്നു ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഇടാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ആഴ്ചകളോളം അതിനെ പട്ടിണിക്കിട്ടതിന് ശേഷമാണ് സിംഹത്തിനെ അതിൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുവരുന്നത്. കണ്ണിൽ ചോര തിളയ്ക്കുന്ന, കണ്ടാൽ ഭീതിജനകമായ മുഖഭാവത്തോടുകൂടി ആ സിംഹം അതിൻ്റെ കണ്ണ് തിളയ്ക്കുകയും ശരീരം വല്ലാതെ വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടാൽ മാത്രം ഭയന്ന് ചാകുന്ന ഭീകരതയായിരുന്നു ആ സിംഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നത്. ആളുകൾ ഭയന്ന് വിറച്ചു. അദ്ദേഹത്തിൻ്റെ നേരെ ആ സിംഹം ഭയാനകമായ നിലയിൽ ഗർജനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ നേരെ വന്നു. എല്ലാവരും ഒരു നിമിഷം പെട്ടെന്ന് കണ്ണടച്ച് സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ ബുനാൻ അൽ ഹമ്മാലിൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. ജനങ്ങൾ നോക്കി നിൽക്കെ സിംഹത്തിൻ്റെ ഭാവം മാറി വളർത്തുനായ തൻ്റെ യജമാനനെ സമീപിക്കുന്നത് പോലെ ആ സിംഹം ബുനാൻ ഹമ്മാലിൻ്റെ സമീപത്ത് വന്ന് മണത്തും അദ്ദേഹത്തെ തലോടിയും ഇങ്ങനെ നിന്നു. ജനങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതമായി. രാജാവിന് കാര്യം മനസ്സിലായി. സിംഹം അദ്ദേഹത്തെ ഒന്ന് ഭീതിജനകമായ നിലയിൽ നോക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് ഒരു തരത്തിലും അദ്ദേഹത്തെ പേടിപ്പെടുത്തുന്ന ഒന്നും ഈ സിംഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് കണ്ടപ്പോൾ രാജാവ് അദ്ദേഹത്തെ തുറന്നുവിട്ടു. പുറത്തു വന്ന ബുനാൻ അൽ ഹമ്മാലിനോട് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, മല്ലദീ കാനഫി ഖൽബിക ഹീന ഷമ്മക അസ്സബഉ, താങ്കളെ ആ വന്യമൃഗം താങ്കളുടെ അടുത്ത് വന്നപ്പോൾ, താങ്കളെ തൊട്ടുരുമ്മി താങ്കളെ മണത്തു നോക്കുമ്പോൾ എന്തായിരുന്നു താങ്കളുടെ ഭാവം, എന്തായിരുന്നു താങ്കളുടെ ആലോചന, താങ്കളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? അദ്ദേഹം മറുപടി പറഞ്ഞു, കുന്തു അതഫക്കറു ഫി ഇഖ്തിലാഫിൻ നാസി ഫി സുഉരി സിബാഇ വലുആബിഹ. ഇത്തരം വന്യമൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും അവയുടെ വായിൽ നിന്നും വരുന്ന ഉമിനീരിനെ കുറിച്ച്, അത് താഹിറാണോ അത് നജസാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചായിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നത് എന്ന് ബുനാൻ അൽ ഹമ്മാൽ അദ്ദേഹം ധൈര്യസമേതം ജനങ്ങളോട് മറുപടി പറയുകയുണ്ടായി. ആ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ച ഭരണാധികാരി ബുനാൻ അൽ ഹമ്മാൽ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടു. അപ്പോൾ ബുനാൻ പറഞ്ഞ മറുപടി, അൽ അമീനു ആമിനുൻ വൽ ബരീഉ ജരീഉൻ വൽ ഖായിനു ഖായിഫുൻ വൽ മുസീഉ മുസ്തൗഹിഷുൻ. നിരപരാധികൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, അപരാധി എന്നും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. ആര് മോശം ചെയ്തോ, വൽ മുസീഉ മുസ്തൗഹിഷുൻ, ആരാണോ തെറ്റ് ചെയ്തത് അവനതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇമാം ഖുത്തൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിവരിച്ച ഒരു സന്ദർഭം, ചരിത്ര സന്ദർഭമാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാം ദീനിൻ്റെ അനുയായികളോട്, വിശ്വാസികളോട് ഹൃദയം കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ഒരാരാധനയുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകൾക്ക് പലപ്പോഴും ഒഴിവ് കഴിവുകൾ ലഭ്യമാവാറുണ്ട്. നമസ്കാരത്തിന് ആവതില്ലാതെ വരുമ്പോൾ ഇരുന്ന് നമസ്കരിക്കാനും, ഇരിക്കാൻ ആവതില്ലാതെ വരുമ്പോൾ കിടന്ന് നമസ്കരിക്കാനും, നമസ്കാരം ശാരീരികമായ അവയവങ്ങൾ കൊണ്ട് നിർവഹിക്കാൻ സുസാധ്യമാവാതെ വരുമ്പോൾ ആംഗ്യം കൊണ്ട് നിർവഹിക്കാനുമൊക്കെ ഇളവും ആ നിലയിൽ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മതവിശ്വാസികളോട് ദീനുൽ ഇസ്ലാം പറഞ്ഞത്, ഹൃദയം കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ഒരു ഇബാദത്തുകൾക്കും ഒരു ഒഴിവ് കഴിവും യഥാർത്ഥത്തിൽ ദീനിലില്ല എന്ന് നാം വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളൊക്കെയും വിശ്വാസികൾക്ക് അനുഭൂതി പകരുന്ന ഇബാദത്തുകളാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളെയും അതൊക്കെ പടച്ചവൻ്റെ കൃത്യമായ അറിവോടുകൂടിയും സർവജ്ഞനായ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുമാണ് എന്നും
അള്ളാഹു അറിയാതെ ഒന്നും നടക്കുന്നില്ല എന്നും അതുകൊണ്ട് എല്ലാ കാര്യത്തിനും പടച്ചതമ്പുരാൻ്റെ കൃത്യമായ നിയന്ത്രണമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് ഒരാളെ അടുപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഹൃദയ സാന്നിധ്യമുള്ള ഇബാദത്താണ് തവക്കുൽ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ ഒരു അനുഭൂതിയായിട്ട്, വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ അനുഭൂതിയായിട്ട് പരിചയപ്പെടുത്തിയ ഒന്നാണ് തവക്കുൽ. അത്തവക്കുൽ അലല്ലാ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്ക് അയാളുടെ ഈമാൻ വർദ്ധിക്കുമ്പോഴാണ്, അയാളുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് വർദ്ധിക്കുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, ഭരമേൽപ്പിക്കുക എന്ന ഉന്നതമായ ആ അനുഭൂതിയിലേക്ക് അയാൾ എത്തിച്ചേരുക. അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധം സുദൃഢമാവുമ്പോൾ ഒരാളിൽ സ്വാഭാവികമായി കടന്നു വരുന്ന ഒന്നാണ് അത്തവക്കുൽ അലല്ലാ, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ തവക്കുലുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. വിജയം വരിക്കുന്നവർ ഭരമേൽപ്പിക്കുന്നവനാണ്, ഭരമേൽപ്പിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് തുടങ്ങി നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നിരന്തരമായി ഖുർആൻ മുത്തവക്കിലുകളെക്കുറിച്ചും തവക്കുലിനെക്കുറിച്ചും പറയുന്നു എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. പലപ്പോഴും വിശ്വാസികളുടെ ജീവിതം സുഖകരമായ ഒരു അനുഭൂതിയിലായിരിക്കില്ല. പലപ്പോഴും കയറ്റിറക്കങ്ങളുടെയും വേലിയിറക്കങ്ങളുടെയും വേലിയേറ്റങ്ങളുടെയും ഒക്കെ മാറി മാറി വരുന്ന ജീവിതാനുഭവങ്ങളാണ് പലപ്പോഴും മനുഷ്യർ എന്ന നിലയിൽ, പൊതുവിലും വിശ്വാസികൾ എന്ന നിലയിൽ അവർ അനുഭവിക്കേണ്ടി വരുന്നത്. പരീക്ഷണങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതാണ് മനുഷ്യൻ്റെ ജീവിതം. വിശുദ്ധ ഖുർആൻ ആ ചോദ്യം ഒരു ചോദ്യരൂപത്തിൽ തന്നെ നമ്മോട് ചോദിക്കുന്നുണ്ട്. അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടയക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുവോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നിടത്ത് പ്രതിസന്ധികൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്യം നിൽക്കുന്ന പ്രതിഭാസമല്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്. പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ അമലുകൾ മാത്രം പോരാ, കർമ്മസമ്പന്നമായ ജീവിതം മാത്രം പോരാ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഖുർആൻ പറയുന്ന മറ്റൊരു വശം, പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് കർമ്മങ്ങളിലൂടെ ഒരുപക്ഷെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ശേഷം കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് മാറ്റിവെക്കുന്നതുകൂടിയാവുമ്പോഴേ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത കൈവരൂ എന്നിടത്താണ് വിശുദ്ധമായ ഖുർആൻ തവക്കുലിനെ നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നത്. ഇബാദത്തുകൾക്ക് ശേഷം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിക്കുകയുണ്ടായി, കർമ്മനൈരന്തര്യമാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ജീവിതമെന്ന്. ഹജ്ജനുഷ്ഠാനങ്ങൾക്ക് ശേഷം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വിശ്വാസികളിൽ അങ്കുരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഹജ്ജ് മാത്രമല്ല ഇബാദത്തുകളുടെ കർമ്മങ്ങളുടെ നൈരന്തര്യങ്ങൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കണമെന്നതുകൊണ്ടാണ്. ഇതേപോലെ വിശ്വാസികൾ അമലുകൾ ചെയ്തതിന് ശേഷം സ്വാഭാവികമായി വിശ്വാസികളിൽ വന്നു ചേരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഭൂതിദായകമായിട്ടുള്ള ഒന്നാണ് അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ. വലിയ വലിയ ലക്ഷ്യങ്ങൾ കാണുന്ന ആളുകൾ, വലിയ വലിയ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഹൃദയം കൊണ്ടുള്ള ഇബാദത്താണ് തവക്കുൽ. ഒരു രാഷ്ട്രത്തെ, ആ രാഷ്ട്രത്തിൻ്റെ വിപത്തിൽ നിന്ന്, സ്വേച്ഛാധിപതിയിൽ നിന്ന്, സമൂഹം നേരിടുന്ന ഫിത്ന ഫസാദിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ഒരാൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രഥമമായ കർമ്മമേത് എന്ന് ചോദിച്ചാൽ അത് തവക്കുൽ അലല്ലാ, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു മനസ്സവർക്കുണ്ടായിരുന്നു എന്നത് അവരുടെ ചരിത്ര സന്ദർഭങ്ങളിലെ സമർപ്പണ വേളകളെല്ലാം പരിശോധിച്ചാൽ ഇബാദത്തുകളുടെ വലിയ എടുപ്പുകൾക്കും വലിയ വർധനവുകൾക്കും അപ്പുറത്തേക്ക് ജീവിതത്തിൽ
അവരുടെ മനസ്സിൽ അവർ സൂക്ഷിച്ചിരുന്ന സമർപ്പണത്തിൻ്റെതായ ഭരമേൽപ്പിക്കലിൻ്റെതായ ഒരു മനസ്സ് അവർക്കെല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്കൊന്നുറപ്പിക്കാം, ലൻ യസ്ലഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹ. ഈ ഉമ്മത്തിലെ പിൻഗാമികളായ ആളുകൾ വിജയിക്കണമെങ്കിൽ മുൻഗാമികളായ ആളുകളുടെ തവക്കുലിൻ്റെയും സമർപ്പണത്തിൻ്റെയും മനസ്സ് ഈ ഉമ്മത്തിൽ രൂഢമൂലമായാൽ മാത്രമേ ഈ ഉമ്മത്തിന് കർമ്മപദങ്ങളിൽ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിയൂ. അത് വ്യക്തിപരമാണെങ്കിലും അത് കുടുംബപരമാണെങ്കിലും അത് സാമൂഹികമാണെങ്കിലും പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരേ ഒരൊറ്റ മൂലി അത് പടച്ചവനിൽ സമർപ്പിക്കുക എന്നാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബിയുടെ അനുയായികൾ ഫറോവയുടെ നിരന്തരമായുള്ള പീഡനത്തെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ, ഒരു രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് തൻ്റെ സമൂഹത്തിലെ ആളുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമയോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി വിശുദ്ധ ഖുർആനിൽ കാണാം. വഖാല മൂസ യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലു ഇൻ കുൻതും മുസ്ലിമീൻ. മൂസ അലൈഹി ഇസ്ലാമയുടെ മറുപടി, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ പടച്ചവനിൽ ഭരമേൽപ്പിക്കുക. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യാനുള്ള പണി ഫഅലൈഹി തവക്കലു, നിങ്ങൾ അള്ളാഹുവിൽ പരിപൂർണമായി ഭരമേൽപ്പിക്കുക. അങ്ങനെ അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോൾ അള്ളാഹുത്തആല അവരെ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് ചരിത്രത്തിൽ കാണാം. വിശ്വാസിക്ക് ധൈര്യം നൽകുന്നത് തവക്കുൽ എന്ന അവൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഗുണമാണ്. പ്രവാചകന്മാരുടെ സംഭവമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലെല്ലാം നിർണായകമായി അവരെ വിജയത്തിലേക്ക് അടുപ്പിച്ച സുപ്രധാനമായ ഇബാദത്തേത് എന്ന് പരിശോധിച്ചാൽ കർമ്മങ്ങൾക്കപ്പുറത്ത് അവരുടെ മനസ്സിൽ കുടികൊണ്ട തവക്കുലായിരുന്നു. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറയുന്നുണ്ട്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ അലൈഹി തവക്കൽതു വഅലൈഹി ഫലിയതവക്കലിൽ മുതവക്കിലൂൻ. വിധികർത്തൃത്വം അള്ളാഹുവിനാണ്, അവന് മാത്രമാണ്. ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു, അവൻ്റെ മേൽ തന്നെയാണ് ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടുന്നത് എന്ന വാക്ക് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടേതായി നമുക്ക് ഖുർആനിൽ കാണാം. തവക്കുലിൻ്റെ വിഷയത്തിൽ ആളുകൾ വ്യത്യസ്ത തരക്കാരാണ്. ഫി തവക്കുലി അന്നാസു അൻവാഉൻ, ജനങ്ങൾ വ്യത്യസ്ത തരക്കാരാണ്. ചിലർ സമൂഹത്തിൽ സമ്പന്നരായിട്ടുള്ള ആളുകളിൽ തങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവരുണ്ട്. മറ്റു ചിലർ അവരുടെ ജീവിതത്തിൻ്റെ മുച്ചൂടും അധികാരികളാൽ ബന്ധിതമാക്കപ്പെട്ട ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. എന്തും അധികാരികളെ കൊണ്ട് നേടിയെടുക്കുന്ന ആളുകൾ. പരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ അള്ളാഹുവാണ് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കൃത്യമായി അതിൻ്റെ ആധികാരികമായി അദ്ദേഹം പറയുന്നത്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം ഭരമേൽപ്പിക്കാനുള്ള അവകാശം അത് അള്ളാഹുവിന് മാത്രമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയും മറിച്ചൊന്നുമായിരുന്നില്ല. തൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ സമൂഹത്തിലെ ഏറ്റവും വലിയ പുരോഹിതൻ്റെ മകനായി ജനിച്ചിട്ട് ആ സമൂഹത്തിൽ ഒരുപക്ഷെ ഒരു രാജാവിനെ പോലെ വാഴാനുള്ള അവസരം ലഭിച്ചിട്ടും ഞാൻ ഭരമേൽപ്പിക്കേണ്ടുന്നത് ഈ പിഴച്ച സംവിധാനത്തെ അല്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ, മനോഹരമായ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അതിലൊരു പ്രാർത്ഥന, റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈക്കൽ മസീർ. പടച്ചവനെ, നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നു. വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് എൻ്റെ മടക്കസ്ഥാനമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് പടച്ചവനെ, നീയല്ലാതെ ഒരു വിധികർത്തൃത്വത്തിനും ഉടമസ്ഥൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തെ ഉപദേശിക്കുമ്പോൾ പോലും, തവക്കുല ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന റബ്ബന, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. വമാലന അല്ലാ നതവക്കല അലല്ലാഹ് വഖദ് ഹദാന സുബുലന വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂന വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. സൂറത്ത് ഇബ്രാഹിമിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെക്കുന്നത് കാണാം.
അള്ളാഹുവെ ഞങ്ങളെ ഞങ്ങളുടെ വഴികളിൽ ചേർത്ത് തന്നിരിക്കെ, ഞങ്ങൾക്ക് മാർഗദർശനം തന്നിരിക്കെ, നിന്നെയല്ലാതെ വേറെ ആരെയെങ്കിലും ഭരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്കെന്ത് ന്യായമാണുള്ളത്? നിങ്ങൾ ഞങ്ങളെ ദ്രോഹിച്ചതിനെപ്പറ്റി ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ മേലാണ് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നത്. ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടതും അവനിലാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അവരുടെ ചരിത്രത്തെക്കുറിച്ച് സൂചിക്കുമ്പോൾ, ആ പ്രവാചകന്മാരാരാണ് എന്ന ബോധ്യത്തിൽ നിന്ന് വേണം അവർ ജീവിതത്തിൽ അതിജീവിച്ച പ്രതിസന്ധികൾ എന്ത് എന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഈ ആയത്തുകളെയൊക്കെ ഒന്ന് കൂടുതലായി അതിനെക്കുറിച്ച് വിചിന്തനം നടത്താൻ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, പ്രവാചകരെ താങ്കളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, റസൂലെ താങ്കളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിലാണ് താങ്കൾ ഭരമേൽപ്പിക്കേണ്ടുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ, മുത്തവക്കിലുകളെ പടച്ചവന് ഭയങ്കര ഇഷ്ടമാണ് റസൂലെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് കാണാം. സമരമുഖത്ത് നിന്ന് മാറി നിൽക്കുന്നതിന്, സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുന്നതിന് വിമുഖത കാണിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹത്തിലെ കപടന്മാരായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറി നിന്ന് ഓരത്ത് നിന്ന് പടച്ചവനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, വമിൻഹും മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, ഓരത്ത് നിന്ന് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, സമർപ്പണത്തിൻ്റെയും തവക്കുലിൻ്റെയും മനസ്സില്ലാത്ത ആളുകൾ സമൂഹത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള പ്രവാചകന്മാരുടെ എല്ലാം ജീവിതത്തിൻ്റെ നിലപാട് എന്ത് എന്ന് ചോദിച്ചാൽ അത് തവക്കുലായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനീതിക്കും അക്രമത്തിനുമെതിരെ സമരം നയിക്കാതെ മാറി നിൽക്കുന്ന ആളുകളോട് ഖുർആനിൻ്റെ ശാസന നമുക്ക് കാണാൻ കഴിയും. തവക്കുലിൻ്റെ മനസ്സില്ലാത്ത മനുഷ്യരാണ് അവർ. നീതിക്ക് അനീതിക്ക് വഴങ്ങിക്കൊടുക്കുന്നവർ, അതുമായി സന്ധി ചെയ്യുന്നവർ എന്ന് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറു നിഅ്മതല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻകും വത്തഖുല്ലാഹ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വർത്തമാനം, അല്ലയോ സത്യവിശ്വാസികളെ, ഒരു ജനവിഭാഗം നിങ്ങളുടെ നേരെ ആക്രമണാർത്ഥം അവരുടെ കൈകൾ നീട്ടാൻ മുതിർന്നപ്പോൾ അവരുടെ കൈകളെ നിങ്ങളിൽ നിന്ന് തട്ടിമാറ്റിക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. തവക്കുലിൻ്റെ മാനങ്ങളെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്ന ആയത്തുകൾ മാത്രം പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആയത്തുകൾ ഉദ്ധരിക്കാറുണ്ട്. എത്രയോ ചെറിയ സംഘങ്ങൾ വലിയ സംഘങ്ങളെ തോൽപ്പിച്ചു എന്നത് പ്രൗഢഗംഭീരമായി നമ്മൾ പലപ്പോഴും പല സദസ്സുകളിൽ നിന്ന് കേൾക്കാറുണ്ട്. തവക്കുലിൻ്റെ ഉടമസ്ഥർക്കാണ് അത്തരത്തിലുള്ള വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയുക എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ വായന പലപ്പോഴും നമ്മൾ വായിക്കാറില്ല. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ ഇതിന്, അള്ളാഹുവിൻ്റെ അനുമതി ലഭിച്ചവർ എന്ന് പറഞ്ഞത് അവർ മുത്തവക്കിലുകളാണ്. വിശ്വാസികളിൽപ്പെട്ട മുത്തവക്കിലുകളെ കുറിച്ചാണ് അള്ളാഹു തആല അത് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ പ്രതീക്ഷയില്ല എങ്കിൽ, നിർണായകമായ ഘട്ടത്തിലും പരാജയബോധം നമ്മെ വരിഞ്ഞു മുറുക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ അത് മോശമാണ് എന്ന് വേണം നമ്മൾ കരുതാൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. തവക്കുലിൻ്റെ മനസ്സുണ്ടാക്കിയെടുക്കുന്ന മനുഷ്യന് നേരത്തെ പറഞ്ഞ ബുനാൻ അൽ ഹമ്മാലിനെ പോലെ കൂട്ടിലടയ്ക്കപ്പെട്ട സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന്, ആ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നുരയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആലോചന പോയത് എങ്കിൽ ആ ബുനാൻ ഹമ്മാലിൻ്റെ തവക്കുലിൻ്റെ മനസ്സാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗർജിക്ക് നിൽക്കുന്ന സിംഹത്തിൻ്റെ മുമ്പിലും, അത് ഏത് സ്വേച്ഛാധിപതിയാണെങ്കിലും ആ സ്വേച്ഛാധിപതിയുടെ മുമ്പിൽ ഏത് പ്രതിസന്ധിയുടെ മലയാണെങ്കിലും പർവ്വതക്കെട്ടുകളാണെങ്കിലും അതിൻ്റെ മുമ്പിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നയം അള്ളാഹുവിലുള്ള ദൃഢമായിട്ടുള്ള
ആ വിശ്വാസത്തിലൂന്നിയ തവക്കുലിൻ്റെ ബോധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിൽ കാണാം. നമ്മൾ ഇത്തരം ആയത്തുകൾ ഒന്നെടുത്ത് പരിശോധിക്കണം. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാത്സല്യം തുളുമ്പി നിൽക്കുന്നത് കാണാം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹു പോരെ അവൻ്റെ ദാസന് എന്ന് പടച്ചവൻ ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊന്ന് വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ച് പടച്ചവൻ്റെ കലാമിനെ ആ രുചിയിൽ ആസ്വാദ്യതയിൽ നമ്മളൊന്ന് വായിക്കണം. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. തൻ്റെ ദാസന് അള്ളാഹു മതിയോ എന്ന് ചോദിട്ട് പടച്ചവൻ പറയുന്നത്, അവന് പുറമെയുള്ളതിനെപ്പറ്റി അവർ നിന്നെ പേടിപ്പിക്കുന്നു, പലതും കാട്ടി നിന്നെ പേടിപ്പിക്കുന്നു, അള്ളാഹു അവന് പോരയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇസ്ലാമിൻ്റെ അനുയായികൾ യുദ്ധത്തിനിറങ്ങുന്ന സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകളോട് ആളുകൾ ചോദിക്കുമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം. എങ്ങനെയാണ് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത്? നിങ്ങളുടെ മക്കൾ യത്തീമായി പോവില്ലേ? ആ മുജാഹിദുകൾ പറഞ്ഞ മറുപടി തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടത് ചരിത്രത്തിൽ കാണാം. അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചതിനാൽ ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നു. യുദ്ധത്തിൽ ഷഹീദായാൽ ഞങ്ങളുടെ മക്കളുടെ റിസ്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ മുജാഹിദുകളുടെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ഗസയിലേക്ക് കാതോർക്കണം. ഗസയിലെ ഇസ്മായിൽ ഹനിയയുടെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ സഹോദരി അടക്കമുള്ളവർ, മക്കളടക്കമുള്ളവർ ഈ അടുത്ത സന്ദർഭത്തിൽ ധീര രക്തസാക്ഷിത്വം വരിച്ചതിന് ശേഷം ഇസ്മായിൽ ഹനിയുടെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അള്ളാഹുവിൻ്റെ പ്രതിഫലമായിട്ടുള്ള സത്യവാഗ്ദാനമായിട്ടുള്ള സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു ഉമ്മത്തിന് പടച്ചവനിൽ ഭരമേൽപ്പിച്ചിട്ടുള്ള വർത്തമാനം പറയാൻ അവർ എങ്ങനെ പരിശീലിക്കുന്നു, അവിടുത്തെ കുട്ടികൾ എങ്ങനെ റബ്ബിനെ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് വടക്കോട്ടും തെക്കോട്ടും അവർ തവാഫ് ചെയ്യുന്നു എന്നത് മാത്രം പരിശോധിച്ചാൽ അവരുടെ തവക്കുലിൻ്റെ അളവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് മാപിന് കൊണ്ട് നമുക്ക് അളന്നെടുക്കാൻ കഴിയും? സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, കപടന്മാരായിട്ടുള്ള ആളുകൾ, മുജാഹിദുകളായ ആളുകളുടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ആളുകളുടെ ഭാര്യമാരുടെ അടുത്ത് വരും. എന്നിട്ട് അവരോട് പറയും, നിന്റെ മക്കളുടെ പിതാവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു വച്ചിരിക്കുന്നത്? അയാൾ ജയിലിലടയ്ക്കപ്പെട്ടാൽ, അയാൾ ഷഹീദായാൽ നിങ്ങളെങ്ങനെ ജീവിക്കും? എവിടെ നിന്ന് നിങ്ങൾക്ക് അന്നം ലഭിക്കും? ആ മഹദികൾ പറയുമായിരുന്നു അത്രേ, എൻ്റെ ഭർത്താവ് എന്നെ വിവാഹം ചെയ്തതു മുതൽ അദ്ദേഹം അന്നം നൽകുന്നവനായിരുന്നില്ല, മറിച്ച് അള്ളാഹു നൽകിയ അന്നം ഭക്ഷിക്കുന്നവനായിരുന്നു എന്ന ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. അന്നം ആര് തരുന്നു എന്ന വിഷയത്തിലല്ല, അന്നം നൽകിയ അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിച്ച് ജീവിച്ച ആളായിരുന്നു എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് എനിക്കെവിടെ നിന്ന് ഭക്ഷണം ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാനത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുക എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാന്മാരായ പ്രവാചകന്മാരടക്കമുള്ള പ്രവാചകന്മാരുടെ സന്തത സഹചാരികളായ സഹാബത്തുകൾ അടക്കമുള്ളവർ അവരുടെ ജീവിതത്തിൽ, അവർ ഹൃദയത്തിൽ കൈവിടാതെ, മോശം വരാതെ, കൈമോശം വരാതെ സൂക്ഷിച്ച ഏറ്റവും ഹൃദ്യമായ അനുഭൂതി എന്ത് എന്ന് ചോദിച്ചാൽ ഇബാദത്തുകൾക്കും അപ്പുറത്ത് തവക്കുലിൻ്റെ ജീവിതമായിരുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപയോഗിക്കുന്ന ഒരായുധമുണ്ട്. ആളുകൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച അതേ ആയുധം അവിടുന്ന് പറഞ്ഞു, അല്ലാഹു ഞങ്ങൾക്ക് മതി, ഹസ്ബനല്ലാഹു നിഅമൽ വക്കീൽ വനിഅമൽ മൗല വനിഅമൻ നസീർ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ ഭരമേൽപ്പിക്കുന്നവരിൽ എത്രയോ, ഭരമേൽപ്പിക്കപ്പെടപ്പെടുന്നവരിൽ എത്രയോ ഉന്നതനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം, അള്ളാഹുവിൽ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ അള്ളാഹു പ്രതാപിയാണ്, അള്ളാഹു യുക്തിമാനാണ്.
അസീസ്, ഹക്കീം എന്ന അള്ളാഹുവിൻ്റെ പവിത്രമായ നാമങ്ങളിൽ 2 നാമത്തെ ചേർത്ത് വെച്ചുകൊണ്ട് തവക്കുലിനെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഇസ്സത്തിനെയും അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെയും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടാണ് പടച്ചവൻ തവക്കുലിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മോട് പറയുന്നത്. ഇജ്അൽ ബിറബ്ബിക ശഅന ഇസ്സിക യസ്തഖിറു വയസ്ബിതു ഫഇദാ അഅ്തസസ്ത ബിമൻ യമൂതു ഫഇന്ന ഇസ്സക മയ്യിതുൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കവിത നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മളത് പറയണം. ഇജ്അൽ ബിറബ്ബിക ശഅന ഇസ്സിക യസ്തഖിറു വയസ്ബിതു ഫഇദാ അഅ്തസസ്ത ബിമൻ യമൂതു ഫഇന്ന ഇസ്സക മയ്യിതു. ഇസ്സത്ത് എപ്പോഴും ചേർത്ത് വെക്കുന്നത് അത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടാണ് വിശ്വാസി ജീവിക്കുന്നത് എങ്കിൽ അവൻ്റെ മരണം വരെയും ഇസ്സത്ത് അവനോടൊപ്പം ഉണ്ടാവും. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന മനുഷ്യനാണ് ഇസ്സത്തുള്ളത്. ഇനി അതല്ല ഭൗതിക വസ്തുക്കളോ ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളാണോ നമ്മുടെ ഇസ്സത്ത് എന്ന് കരുതുന്നുവെങ്കിൽ അതെല്ലാം ആ പ്രത്യയശാസ്ത്രങ്ങൾ തകർന്നടിയുന്നതോടുകൂടി അവൻ്റെ ഇസ്സത്തും തകർന്നടിയും, അതും മയ്യിത്തായി പോകും എന്ന് കവി പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്സത്ത് അള്ളാഹുവിലാണ് അന്വേഷിക്കേണ്ടുന്നത്. നമുക്ക് ഇസ്സത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിലായിരിക്കണം ആ തവക്കുലിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രകടനം നമ്മൾ അവിടെയാണ് സമർപ്പിക്കേണ്ടുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷമായ പ്രാർത്ഥന നമുക്ക് കാണാം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബുക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തി മുസ്തഖീം. സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. ഫറോവയ്ക്ക് മുക്കാൻ വേണ്ടി കടലിനെ പിളർത്തിയ പടച്ചവൻ, ഖാറൂനിനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ റബ്ബ്, ഈമാനിൻ്റെ നിറകുടങ്ങളായ അസ്ഹാബുൽ കഹ്ഫിനെ സംരക്ഷിക്കുന്നതിന് സൂര്യൻ്റെ ഗതി മാറ്റിക്കൊടുത്ത പടച്ചതമ്പുരാൻ, മറിയമിന് ആശ്വാസം നൽകുന്നതിന് വേണ്ടി മറിയമിന് സമൃദ്ധമായ നിലയിൽ ഭക്ഷണം നൽകി ഈന്തപ്പനയിൽ നിന്ന് പഴങ്ങൾ വർഷിപ്പിച്ച അള്ളാഹു തവക്കുൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ മനുഷ്യരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് മറിയമിൽ അന്നാലക്കി ഹാദ, നിനക്കെവിടെ നിന്നാണ് ഈ ഭക്ഷണം ലഭിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മറിയം പറഞ്ഞ ഒന്നാമത്തെ വർത്തമാനം, ഖാലത് ഹിയ മിൻ ഇൻദില്ലാ, ഇതെൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഷ്ടങ്ങളുടെ മുമ്പിൽ ആ നഷ്ടങ്ങളിൽ പ്രയാസപ്പെടുകയും വിമ്മിഷ്ടപ്പെടുകയും ചെയ്യുന്നതിന് പകരം, പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നതിന് പകരം എല്ലാം സമർപ്പിക്കാൻ പറ്റുന്ന ഒരു റബ്ബിൽ അഭയം തേടുക എന്നതാണ് ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനോടൊപ്പം കർമ്മനൈരന്തര്യത്തോടൊപ്പം വിശ്വാസികൾ നിർവഹിക്കേണ്ടുന്നത്. അവരുടെ ഹൃദയത്തിലുണ്ടാവുന്ന അനുഭൂതി തവക്കുൽ കൊണ്ട് നിറച്ചു വെക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രയാസഘട്ടങ്ങളിലും അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന ഒരു മനസ്സ്, സംശുദ്ധമായ ഹൃദയം അല്ലാഹു തആല നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.